ഓക്കേ ചാച്ചമ്മ തൊഴിലുറപ്പിന് പോകട്ടോ. ടാറ്റാ. ശരി. ഇങ്ങനെയൊക്കെയല്ലേ അച്ഛമ്മ ജീവിക്കുന്ന, വിഷമം കൂടാതെ കടന്നു പോണേന്ന്. അപ്പൊ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങള് എണീച്ച് ഭയങ്കര താമസിച്ചാണ്. കാരണം അറിയാലോ ഇവിടെ ഭയങ്കര നമ്മുടെ മാങ്ങത്തിട്ടി വീട്ടിലേക്കാളും തണുപ്പ്. അതായത് ഇവിടെ ഡാമും കുറെ മരങ്ങളൊക്കെ കൂടുതലുണ്ട്. അതുകൊണ്ട് ഭയങ്കര തണുപ്പ്. ഇവിടെ ഭയങ്കര തണുപ്പാണ് അവിടുത്തെ. അങ്ങനെ ഞങ്ങൾ എണീച്ചപ്പോഴത്തേക്ക് രാവിലെ ആഴ്ച നമ്മുടെ അമ്മച്ചിയുടെ വേറൊരു പതിപ്പാണ് ചാച്ചിമാട്ടം. രാവിലെ എണീച്ച് ഫുഡൊക്കെ ഉണ്ടാക്കി ഞങ്ങൾക്ക് കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോകണം. എന്താ ഉണ്ടാക്കിയെന്ന് എനിക്കറിയില്ല. ഞാൻ എണീച്ചു വിടുക. കാരണം എനിക്ക് തണുപ്പ് ഒട്ടും പറ്റാത്തതുകൊണ്ട് ഞാൻ കിടന്നങ്ങ് ഓർമ്മയില്ലായിരുന്നു. എണീച്ചു, പക്ഷേ ഞാനങ്ങ് ബെഡിൽ നിന്ന് എണീറ്റില്ല. കാരണം അത്ര തണുപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര തണുപ്പാണ്, ഭയങ്കര തണുപ്പ്. അപ്പോൾ എന്തായാലും ചാച്ചിയമ്മ തൊഴിലുറപ്പിന് പോയേക്കാണ്. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും. എന്നിട്ട് പിന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുറച്ച് പണിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കഴിക്കാം. ഇപ്പം എടുത്തോ. തലമുടി ഇവിടെ വന്നിട്ട് ഇത് ഭയങ്കരമായിട്ട് ഇതായിട്ട് ഡ്രൈ ആയിപ്പോവും മുടി വേഗം കേട്ടോ. നമ്മുടെ സ്കിന്ന് ഡ്രൈ ആവും, എല്ലാം നമ്മുടെ മുടി എല്ലാം ഡ്രൈ ആയിപ്പോവും കേട്ടോ. കാരണം മുഖത്തൊക്കെ പാടുകൾ വരും, കറുത്ത പാടുകൾ വരും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്ലൈമറ്റിൻ്റെ അത്. അപ്പോൾ എന്താ ഉണ്ടാക്കിയെന്ന് നോക്കാം. എന്താ ഉണ്ടാക്കി? എന്താടാ? വാഴയില് പൊതിഞ്ഞാടാ. അച്ചോടാ. ഗോതമ്പ് കൊണ്ടുണ്ടാക്കി. ഗോതമ്പും തേങ്ങയും ശർക്കരയൊക്കെ ചെണ്ടിട്ടിട്ട് ഉണ്ടാക്കൂലേ സാധാരണ. അത് ഇവിടെ ഇടുക്കിയിലൊക്കെ കൂടുതലും ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിച്ചു. കൊള്ളാം, സൂപ്പർ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇത് വേഗം കഴിക്കട്ടെ, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എവിടെ പോന്ന? കാച്ചിൽ പറിക്കാൻ പോവാ. വേറെ അല്ല ഇതുപോലെ അങ്ങനെ തൂമ്പ എടുത്ത് ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോവുകയാണ്. വായോ. അത് കറ്റാർവാഴയാണോ? അല്ല, ഇത് നമ്മുടെ കല്ലിനൊക്കെ കൊള്ളാന്ന് പറയുന്നേക്കാം. അപ്പോൾ നമ്മളിത് ഈ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലിതിമോളാണ് കേട്ടോ ചെയ്യുന്നത്. ഞാൻ ചെയ്യണോ? വേണ്ട. ഞാൻ ഇളക്കട്ടെ എന്നാ. ദേ എല്ലാം മുറിഞ്ഞു പോവാ. ഒരു സൈഡൊന്നും അല്ല, ദേ മേളിത്തെ മുറിഞ്ഞിരിക്കുക. ഇങ്ങനെയാണോ ഇവിടെ കാച്ചിൽ പറിക്കുന്നത്? സൂക്ഷിച്ച്. ആർക്കെങ്കിലും കാച്ചിൽ വേണമെങ്കിൽ എല്ലാവരും ഇങ്ങോട്ട് പോരേട്ടോ. ഇതൊക്കെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ പുറത്തൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും കഴിക്കാനൊക്കെ ആഗ്രഹമുള്ളവരുണ്ടാവും. ഞാൻ മാന്തുന്നതിന് പ്രശ്നമില്ലല്ലോ. അത്യാവശ്യം വലുതാന്ന് തോന്നല്ലേ. അപ്പോൾ ഞാൻ മേളിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് നമ്മുടെ ഇവിടുത്തെ കാപ്പിയൊക്കെ ഇത് അടിപൊളിയായിട്ട് പൂത്ത് കാച്ചി നിൽപ്പുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കാച്ചിൽ ഒഴുകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള രീതിയിലാണ്. അതൊക്കെ കാച്ചിലൊക്കെ പറിച്ച ശേഷം വൃത്തിയാക്കി കഴുകിയെടുത്ത ശേഷം കാണിച്ചു തരുന്നതായിരിക്കും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, പറിച്ചിട്ട് നിർത്തിയിട്ട് നാളെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നാളെ പറിച്ചാൽ മതി. സാരമില്ല, അല്ല ഉച്ച കഴിഞ്ഞാണേലും പറിക്കാമല്ലോ. അതെ, അത് മതിയല്ലോ. നമുക്ക് 3 പേർക്ക് പോരാ. നമുക്ക് 3 പേർക്ക് പോരാ. ചേമ്പ് പറ്റുമോ? ഇത്രയും ചേമ്പ് കിട്ടിയേട്ടാ, അടിപൊളി. അപ്പോൾ ചേമ്പ് എനിക്ക് 2. അല്ല, ലീക്ക് ഉണ്ടായിരുന്നെ സൗണ്ട് വെക്കും. അങ്ങനെ ലീക്കില്ലല്ലോ, ഓഫാക്കിയാക്കല്ലോ ശരിക്കും. അടിയിൽ ഓഫ് ചെയ്തേക്കോണോ? ഗ്യാസിന്റെ അടിയിൽ ഓഫ് ചെയ്യണം. ഞാൻ ഒരിക്കലും ഓഫ് ചെയ്യാറില്ല. അവിടെ ഓഫ് ചെയ്ത ലീക്ക് ഉണ്ടാവില്ല.
ഇത് മതി ഇപ്പൊ. എന്തെങ്കിലും അങ്ങനെ സൗണ്ട് കേൾക്കണമെന്ന് വേഗം തന്നെ നനഞ്ഞ തുണിയില്ലേ, നനഞ്ഞ കട്ടിയുള്ള തുണി അതിൻ്റെ ചുറ്റും മൂടണം ഗ്യാസിൻ്റെ. എന്തെങ്കിലും മണം വരുമോ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ. അല്ലാതെ പേടിച്ച് വലിച്ചെറിയൊന്നും ചെയ്യരുത് കുറ്റി. ഒരു ഞാലിപ്പൂവിന്റെ കാടി കിടപ്പുണ്ടല്ലോ, ഒരു ഞാലിപ്പൂവും നല്ല കൊല ഇവിടെ കിടപ്പുണ്ട്. ആ അത് മൂത്തത്, അകത്തെടുത്ത് വെക്കായിരുന്നില്ല, പഴുത്തേനല്ലോ. ചെറുതായിട്ട് ചെത്തി എടുക്കാട്ടാ. ഓക്കേ. ചേമ്പുണ്ട് കേട്ടോ, ചേമ്പ് കാണാം. അതുപോലെ ചേമ്പ്. കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും കഴിക്കത്തില്ല. കാന്താരിയിലും കുഴപ്പമില്ല. ആൻറ്റി ഈ മറ്റേ മുളക് ഉണ്ടല്ലോ, നാലുമുളക്, മൂത്തുണ്ട്. ദേ പഴുത്ത് കിടക്കുന്നുണ്ട്. പഴുത്തോ? കാണുന്നില്ലേ? ദേ സൈഡിലുണ്ട് മൂത്തത്. ഇതൊക്കെ പിഞ്ചാ. ആ ഇത് മതിയായിരിക്കില്ല അരി ഇടാനോ? ആ മതി മതി. കാണിച്ചേ, എനിക്ക് മതിയായിരിക്കും. അപ്പോൾ ദേ നാലുമുളകും പറിച്ചിരുന്നത് നല്ല രസം കേട്ടോ, കഴിക്കാൻ തോന്നുന്നു കണ്ടു കഴിഞ്ഞാൽ. ഇത് മതിയായിരിക്കും. അരയ്ക്കാൻ മുളക് എടുത്തില്ല വേറെ? എടുത്തു കേട്ടോ. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുപ്പ് കൂട്ടാം. എവിടെ കൂട്ടുന്നേ? കല്ലില്ല കേട്ടോ അടുപ്പ് കൂട്ടാനായിട്ട്. കല്ലില്ലാത്തതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ്ട്. മറിഞ്ഞു പോകാതിരുന്നാൽ മതി. അതെ, തീ കത്തിച്ച് സെറ്റ് ആവുന്നുണ്ട് തീ. ഓക്കെ, തീ കത്തിക്കൊണ്ടിരിക്കുന്നു കേട്ടോ. അടുപ്പൊന്നും ശരിയല്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ കല്ലൊന്നുമില്ല നല്ല അടുപ്പ് വെക്കാനായിട്ട്. അപ്പം നോക്കട്ടെ അടുപ്പ് തീ എന്തായാലും കത്തിയിട്ടുണ്ട്. ഇരിക്കാനുള്ള ഇരിപ്പിടവും കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ചുറ്റും നല്ല കുഞ്ഞു കൂണുകളൊക്കെ ഉണ്ട്. ചെരിഞ്ഞല്ലോ ഇരിക്കുന്ന നേരമല്ലേ? യെസ്. നന്നായിട്ട് ആളി കത്തുന്നുണ്ട് കേട്ടോ. തീ തിളയ്ക്കാനൊന്നും തുടങ്ങിയിട്ടില്ല, തയ്യായി വരുന്നേ ഉള്ളൂ. പക്ഷെ നന്നായിട്ട് കത്തുന്നുണ്ട് തീ. അവിടെയാണ് തീ കൂട്ടിയിരിക്കുന്നത്. നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് കേട്ടോ. തീ അങ്ങ് സൂപ്പറായിട്ട് കത്തുന്നുണ്ട്.
കൂടി അരക്കാം കേട്ടോ. മണം അയ്യോ കണ്ണടച്ചു പിടിച്ചിട്ട് മൂക്ക് കൊണ്ട് ചെല്ലട്ടെ. കാച്ചിൽ അവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതെന്തായെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു തവിയൊക്കെ എടുത്തിട്ടാണ് കൊണ്ടുവന്നത്. അയ്യോ ഇവിടെ ഇരിക്കട്ടെ. നല്ല അടിപൊളിയായിട്ട് വെന്തെന്ന് തോന്നുന്നു. പുറത്ത് വീഴാതെ എങ്ങനെ ഓ കാച്ചിൽ എന്തായെന്ന് നോക്കാം. കാച്ചിലൊന്നും ആയില്ല എന്ന് തോന്നുന്നു. ചേടാവാണ്ട് അപ്പോൾ അരച്ചു സെറ്റ് ചെയ്ത്. അയ്യോ മണമൊക്കെ ആയി. അപ്പോൾ നമുക്കിതേ വെന്തോ നോക്കാട്ടോ. എന്തെങ്കിൽ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് അതിൻ്റെ വെള്ളം ഊറ്റിക്കളയാം. തവി പിടിച്ച ഭാഗം നമുക്കത് ഈ വാഴയിലോട്ട് ഇടാം കേട്ടോ. നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചേമ്പും കാച്ചിലും കൂടി ഉണ്ടത്. ചേമ്പും ഉണ്ട് കാച്ചിലും ഉണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണയും ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചേമ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളിയാണ്. മുളകിൻ്റെ കുത്തലും എല്ലാം നന്നായിട്ടുണ്ട്. മുളകിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, അത് നന്നായിട്ടുണ്ട് കേട്ടോ. അടിപൊളി. നല്ല ചൂടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മൾ കാച്ചിലും മുളകും കൂടെ കൂടി, കാച്ചിലും ചേമ്പും മുളകും കൂടെ കൂടി പുഴുങ്ങിയതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ലേ. ബൈ.